നമസ്കാരം. ഒരു മാസത്തിലേറെയായി തീയും രക്തവും ചേർന്ന് കത്തിയ പശ്ചിമേഷ്യൻ മണ്ണിൽ ഒടുവിലൊരു നിശബ്ദതയുടെ ശ്വാസം പടരുകയാണ്. പൊട്ടിത്തെറിച്ച മിസൈലുകളുടെ ശബ്ദത്തിനിടയിൽ മനുഷ്യജീവിതത്തിന്റെ കരച്ചിലും ആശങ്കയും നിറഞ്ഞ ദിനങ്ങൾക്കൊടുവിൽ പ്രതീക്ഷയുടെ ഒരു ചെറിയ വിളക്കാണ് ഇപ്പോൾ തെളിയുന്നത്. ലോകം മുഴുവൻ ഉറ്റുനോക്കിയിരുന്ന സംഘർഷത്തിൽ അവസാന നിമിഷങ്ങളിൽ നടന്ന ഈ മാറ്റം ഒരു യാദൃച്ഛികമല്ല. അതിനു പിന്നിൽ മനുഷ്യകുലത്തിന്റെ സമാധാനത്തിന്റെ ആഗ്രഹവും നാശത്തിന്റെ അതിരുകൾ തിരിച്ചറിഞ്ഞ നേതാക്കളുടെ നിർണായക ഇടപെടലുമുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയ അന്ത്യശാസനം അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രം ശേഷിക്കെ ചരിത്രത്തിന്റെ ദിശ മാറ്റുന്ന ഒരു തീരുമാനമാണ് പുറത്തു വന്നത്. യുദ്ധത്തിന്റെ വക്കിൽ നിന്ന് പിന്മാറി ഇറാനും യുഎസും താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. ഇതൊരു ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമല്ല, അനവധി ജീവനുകൾക്ക് വീണ്ടും ഒരു അവസരം നൽകുന്ന നിമിഷം കൂടിയാണ്. തകർന്ന വീടുകളിലും ഭീതിയിൽ കഴിയുന്ന ജനങ്ങളുടെ ഹൃദയങ്ങളിലും ഇതൊരു ചെറിയ ആശ്വാസ മഴയായി വീഴുകയാണ്. ഒരു മാസത്തിലേറെയായി പശ്ചിമേഷ്യയെ രക്തരൂക്ഷിതവും സംഘർഷഭരിതവുമാക്കിയ യുദ്ധത്തിന് താൽക്കാലിക വിരാമമാകും. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയ്ക്കൊടുവിലാണ് വെടിനിർത്തൽ ഉണ്ടായത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയും വെടിനിർത്തൽ സ്ഥിരീകരിച്ചു. ആക്രമണങ്ങൾ നിർത്തിയാൽ 2 ആഴ്ചത്തെ വെടിനിർത്തലിന് നിബന്ധനകളോടെ സമ്മതിച്ചതായി ഇറാന്റെ പരമോന്നത ദേശീയ സുരക്ഷാ കൗൺസിൽ അറിയിച്ചതായി അബ്ബാസ് അരാഗ്ചി പ്രസ്താവനയിൽ അറിയിച്ചു. ഇറാൻ സൈന്യത്തിന്റെ മേൽനോട്ടത്തിൽ അടുത്ത 2 ആഴ്ചത്തേക്ക് ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗതം അനുവദിക്കുമെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രി പറഞ്ഞു. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായും ഫീൽഡ് മാർഷൽ അസീം മുനീറുമായുള്ള സംഭാഷണങ്ങളെ അടിസ്ഥാനമാക്കി ബുധനാഴ്ച രാത്രി ഇറാനിൽ നടത്താനിരുന്ന വിനാശകരമായ സൈനിക നടപടി താൽക്കാലികമായി നിർത്തിവെക്കുന്നതായും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ഹോർമൂസ് തുറന്നു നൽകുകയാണെങ്കിൽ 2 ആഴ്ചത്തേക്ക് വെടിനിർത്തലിന് സമ്മതിക്കുന്നുവെന്നും ട്രംപ് വ്യക്തമാക്കി. കൂടാതെ ഇറാനുമായുള്ള ദീർഘകാല സമാധാനം സംബന്ധിച്ച ഒരു നിശ്ചിത ഉടമ്പടിയിലും മധ്യേഷ്യയിലെ സമാധാനത്തെക്കുറിച്ചും തങ്ങൾ വളരെ മുന്നോട്ട് പോയിരിക്കുന്നുവെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഇറാൻ യുഎസിന് മുന്നിൽ 10 നിർദ്ദേശങ്ങൾ വെച്ചതായി ട്രംപ് സമ്മതിച്ചു. വെടിനിർത്തൽ പ്രഖ്യാപനത്തെ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് സ്വാഗതം ചെയ്തു. പാകിസ്ഥാനിലേക്ക് വന്ന് എല്ലാ തർക്കങ്ങളും പരിഹരിക്കാൻ US ഇറാൻ നേതൃത്വങ്ങളെ അദ്ദേഹം ക്ഷണിക്കുകയും ചെയ്തു. ഇറാനിലെ ജനത സന്തോഷം കൊണ്ട് ഇറാൻ തെരുവുകളിൽ ആഘോഷം നടത്തുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഇതിനോടകം പ്രചരിച്ചു കഴിഞ്ഞു. അതേസമയം വെടിനിർത്തൽ പ്രഖ്യാപനങ്ങൾക്ക് ശേഷവും ഇസ്രയേലും ഇറാനും തമ്മിൽ ആക്രമണങ്ങൾ തുടരുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ നിശബ്ദത സ്ഥിരമായ സമാധാനത്തിന്റെ തുടക്കമാകുമോ, അല്ലെങ്കിൽ മറ്റൊരു കൊടുങ്കാറ്റിന് മുൻപുള്ള നിശ്ചലത മാത്രമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ലോകത്തിന്റെ മനസ്സിൽ. താൽക്കാലിക വെടിനിർത്തൽ ഒരു ഇടവേള മാത്രമാണെങ്കിലും അതിനെ ശാശ്വത സമാധാനത്തിലേക്ക് മാറ്റാനുള്ള ഉത്തരവാദിത്വം ഇരു രാജ്യങ്ങളുടെയും നേതൃത്വത്തിനും അന്താരാഷ്ട്ര സമൂഹത്തിനുമാണ്. പശ്ചിമേഷ്യയിൽ ഇപ്പോൾ ഉയരുന്ന ഈ നിശബ്ദത സമാധാനത്തിന്റെ ഒരു പുതിയ അധ്യായത്തിന് തുടക്കമാകട്ടെ എന്ന പ്രാർത്ഥനയോടെയാണ് ലോകം കാത്തിരിക്കുന്നത്.